വകതിരിവില്ലാത്ത പ്രസ്താവനയാണ് തനിക്കെതിരെ നടത്തിയതെന്ന് CPM നേതാക്കളെ വലിച്ചുകീറി CPM വിട്ട ജി സുധാകരൻ. CPM നേതാക്കൾ തന്റെ അച്ഛനെ അധിക്ഷേപിച്ചുവെന്നും ജി സുധാകരൻ. തനിക്ക് നേരെ നടത്തിയത് വകതിരിവില്ലാത്ത പ്രസ്താവനയാണെന്ന് ആലപ്പുഴ അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരൻ. പി പ്രസാദ് രാഷ്ട്രീയ ക്രിമിനലുകളുടെ സ്വാധീനത്തിന് വഴങ്ങുകയാണ്. ചേർത്തലയിൽ പോയി പ്രസംഗിക്കണമെന്ന് കരുതിയിരുന്നു. എന്നാൽ തിരക്ക് കാരണം നടന്നില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. ആരുടെയും തറവാട്ട് സ്വത്ത് ഭാഗം വച്ചല്ല സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. താൻ ഒരു സ്ഥാനവും ചോദിച്ച ഒരാളുടെയും കാല് പിടിച്ചിട്ടില്ല. VS നായനാർ, CH കണാരൻ പോലെ ജനങ്ങളെ മനസ്സിലാക്കുന്ന നേതാക്കളുണ്ടായിരുന്നു. ഇപ്പോൾ CPM-ൽ അങ്ങനെ ഒരു നേതാവുമില്ല. വിജയരാഘവനെ പോലെയുള്ള വിഡ്ഢികളാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിലുള്ളത്. മഹാന്മാരായ നേതാക്കൾ ഇരുന്നിടത്താണ് വിജയരാഘവൻ ഇരിക്കുന്നത്. ഇപ്പോഴത്തെ CPM നേതാക്കൾ രണ്ട് ചെവിയിലും ഫോൺ വെച്ച് നടക്കുകയാണ്. വേറെ വല്ല ദ്വാരത്തിൽ കൂടി വയ്ക്കാൻ പറ്റിയാൽ അവിടെയും വയ്ക്കുമായിരുന്നുവെന്നും ജി സുധാകരൻ പറഞ്ഞു. CPM നേതാക്കൾ തന്റെ അച്ഛനെ അധിക്ഷേപിച്ചു. അച്ഛനുള്ളവർക്കേ അച്ഛൻ്റെ വില അറിയും. നിൽക്കാൻ കൊള്ളാത്ത പാർട്ടിയാണ് CPM. അതുകൊണ്ടാണ് താൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത്. മെമ്പർഷിപ്പ് പുതുക്കാൻ നിൽക്കാതെ സ്വയം ഒഴിഞ്ഞതാണെന്നും സുധാകരൻ വ്യക്തമാക്കി. ഇപ്പോൾ വലിയൊരു ഭാരം ഒഴിഞ്ഞു. ആലപ്പുഴയിൽ ഒന്നിനും കൊള്ളാത്തൊരു ജില്ലാ സെക്രട്ടറി ഉണ്ട്. നാസർ എന്നാണ് അയാളുടെ പേര്. അയാൾ മുസ്ലിം ആണെന്ന് ചിലർ തെറ്റിദ്ധരിച്ചേക്കാം. എന്നാൽ നാസർ മുസ്ലിം അല്ല, നല്ല ഒന്നാം തരം ഈഴവനാണ്. ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ അവരൊന്നും എവിടെയും എത്തുമായിരുന്നില്ല. അതേസമയം ലിജു നല്ല നേതാവാണെന്നും ഇത്തവണ ജയിപ്പിക്കണമെന്നും സുധാകരൻ പറഞ്ഞു. അമ്പലപ്പുഴയിൽ BJP ആയി ഡീൽ എന്നാണ് ചിലർ പറയുന്നത്. BJP അനുഭാവികൾ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അതിനെ ഡീലെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ CPM-ൽ നിന്നാവും കൂടുതൽ വോട്ട് ലഭിക്കുക. അപ്പോൾ CPM ആയി അല്ലേ ഡീലെന്നും സുധാകരൻ പറഞ്ഞു. CPM-ൽ നിന്നപ്പോൾ BJP ഏറ്റവും എതിർത്ത ആളാണ് താൻ. തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ പരിശോധിച്ചാൽ അറിയാം. RSS-കാരെ നേരിട്ട് വന്നവനാണ് ജി സുധാകരൻ. അങ്ങനെയുള്ള തന്നോട് BJP ഡീൽ എന്നൊന്നും പറയരുതെന്നും സുധാകരൻ പറഞ്ഞു. സജി ചെറിയാൻ കാൾ മാർക്സിനേക്കാൾ വലിയ ആളാണ്. അയാൾ പൊളിറ്റിക്കൽ ക്രിമിനലുകളെ വളർത്തുന്നു. അയാൾ പാർട്ടിയെ നശിപ്പിക്കുന്നു. അവർ പാർട്ടിയെ നശിപ്പിക്കുന്നു. ആലപ്പുഴയിൽ പാർട്ടി നശിച്ചാൽ കേരളത്തിലെ പാർട്ടിയുടെ നടുവൊടിയുന്ന സാഹചര്യമാണ്. പാർട്ടിയുടെ അടിസ്ഥാന വർഗം ആലപ്പുഴയിലാണ്. ആ പാർട്ടിയിൽ നിന്നിട്ട് ഇനി കാര്യമില്ല. അവിടെ വിപ്ലവമില്ല. എല്ലാം തീറ്റി പണ്ടാരങ്ങളാണ്. തിന്നുക കുടിക്കുക എന്നതാണ് ഇപ്പോഴത്തെ അവരുടെ ശൈലി. കുട്ടിക്കാലത്ത് അപ്പച്ചന്റെ മുടി വിരിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവ നേതാക്കളെ കൊണ്ട് ചെയ്യിക്കുന്നത്. മുഖ്യമന്ത്രി ചെറ്റ എന്ന് വിളിക്കുന്നു. ആക്രമണം നടത്താനുള്ള സന്ദേശമാണത്. മുഖ്യമന്ത്രിയിൽ നിന്നാണ് അത് വരുന്നത്. അദ്ദേഹത്തിന് പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും വാർത്താ സമ്മേളനം നടത്തി ഞാൻ പ്രതിരോധിച്ചിരുന്നു. അന്ന് അതെന്റെ കടമയായിരുന്നു. ചൈനയിൽ പണ്ട് 4 സംഘമുണ്ടായിരുന്നു. മാവോയും ഭാര്യയും മകനും മരുമകനും. അവർ അവിടെ തോന്നുന്ന പോലെ ചെയ്തു. മുതിർന്നവരെ കൊന്നുകളഞ്ഞു. എന്നാൽ കേരളത്തിൽ കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നുവെന്നും ജി സുധാകരൻ പറഞ്ഞു.